ഹായ് ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലോങ് ട്രിപ്പാണ്. അത് എങ്ങോട്ടാണ് നമ്മൾ പോകുന്ന വഴി കാണിച്ചു തരാം. ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമ്മൾ 7 പേരുണ്ട്. പിന്നെ അവിടുന്ന് നമ്മളെ ഡൽഹിയിൽ നമുക്ക് കുറച്ച് പിള്ളേരോടുണ്ട്. അങ്ങനെ മൊത്തം ഒരു 40 പേരുണ്ട് കേട്ടോ. സമയം എത്ര ഇപ്പോൾ? 4:10. ട്രെയിനിൽ കയറിയിട്ട് എത്രാമത്തെ സീറ്റ് ചെയ്ത്? 4-മത്തെ അല്ലേ? ഇത് തന്നെ പണി, തിന്നാ ഉറങ്ങുക. കണ്ടില്ലേ? കഴിച്ചോടാ, തിന്നാൻ വേണ്ടി മാത്രം. 2 ദിവസം ട്രെയിനിൽ ഇരിക്കണ്ട. ചാക്കുണ്ട്, ചാക്ക് നിറഞ്ഞ ഫുഡും വാങ്ങിച്ച് ട്രിപ്പ് പോവാ, തിന്ന് പോവാ. എന്നാ പറയുന്നത്? സ്പെഷ്യൽ ബൺ മസ്ക ഇമ്പോർട്ടഡ് ഫ്രം കൊച്ചി ലുലു മാൾ. സ്പെഷ്യൽ ബൺ മസ്ക. ആ, നല്ല സൂപ്പർ. ബാഗിൽ വെച്ച് ചപ്പളം ചോക്ലേറ്റ് മസ്ക. എങ്ങനെയുണ്ട് നമ്മളെ? നമ്മുടെ 2-മത്തെ ദിവസമാണ്. നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തുള്ളൂ, ഡൽഹിയിൽ എത്തുള്ളൂ. പിന്നെ അവിടെ നമ്മൾ വൈകിട്ടാണ് നമുക്ക് ഡെറാഡൂൺ ട്രെയിൻ വരുന്നത്. രാവിലെ തന്നെ ഞങ്ങൾ ഡൽഹിയിലെത്തി. അങ്ങനെ ഡൽഹിയിൽ ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് അന്ന് അവിടുന്ന് വൈകിട്ട് നമ്മൾ ഡെറാഡൂൺ ട്രെയിൻ കയറി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ ഡെറാഡൂൺ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡെറാഡൂണിൽ നിന്ന് സാംഗ്രിയിലേക്ക് പോകുന്നത് ഈ ബസ്സിനാണ് പോകുന്നത്. അങ്ങനെ എല്ലാവരും ഈ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഒരു 10-12 മണിക്കൂർ യാത്രയുണ്ട് ഈ ബസ്സിൽ. ഇതൊരു ചെറിയ വഴിയാണ്, പക്ഷെ നമ്മൾ സാംഗ്രി വരെ ഇങ്ങനത്തെ വഴിയാണ് കേട്ടോ. ഭയങ്കര റിസ്ക് പിടിച്ച റോഡാണ്. വേറൊരു ബസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് കടത്തി വിടണ ഭയങ്കര ടാസ്ക്കാണ്. ഒരു ടാസ്ക് പിടിച്ച വഴിയാണെന്നൊന്നും അറിയാതെ ചാടിക്കയറി പെട്ടിപ്പുറത്ത് വരുന്നത്. അതുകൊണ്ട് നടുവിൻ്റെ പരിപ്പിളകിയിട്ടുണ്ട്. നമ്മളിവിടെ കാപ്പി കുടിക്കാൻ വേണ്ടി നിർത്തിയ കേട്ടോ. അത് ഉച്ചയ്ക്ക് 11 മണിക്ക് നമ്മൾ ചോറുണ്ടാണ്. ഇനി നമ്മൾ കാപ്പി കുടിച്ചിട്ട് ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇതുപോലെ മലഞ്ചെരിവിൽ കൂടിയാണ് വഴി. നല്ല പൊടിയാണ്, ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ഇവിടെ. ഓക്കെ, ഇനി വണ്ടി കയറിയിട്ട് നമ്മളൊരു 8 മണി, രാത്രി 8 മണി അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെന്നിട്ടുള്ള വീഡിയോസ് കാണിക്കാവേ. അങ്ങനെ ഇന്നലെ രാത്രി ഫുള്ള് ട്രക്ക് ചെയ്തിട്ട് ഞങ്ങൾ നമ്മുടെ സ്ഥലത്തെത്തി. അപ്പോൾ ഞങ്ങൾ താമസിച്ച സ്ഥലം കാണിക്കാവേ. ഈ ബസ്സിനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ താമസിച്ച ബിൽഡിങ് ഇതാണ്. ഇതൊരു പട്ടി മഴുത്തുന്നുണ്ട്. ഭയങ്കര സ്നേഹമാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഡോഗ്സിനൊക്കെ. ഇനി ഞാൻ വ്യൂസ് കാണിക്കാവേ. കേട്ടോ, എങ്ങനെയുണ്ട് വ്യൂസ്? മാരക വ്യൂസ് അല്ലേ? ഈ പട്ടിനെ മറിച്ചിടൂലോ. ഇതുണ്ടോ, ഭയങ്കര സ്നേഹം കാണിക്കുന്നു. ഇതാണ് അതായത് അവിടെ മഞ്ഞ് കാണാം. അവിടെ ഇതുണ്ടോ, ഇവിടെ മഞ്ഞ് കാണാം. നമ്മൾ കയറിപ്പോകുന്ന അതിൽ എങ്ങനെയാണ്, അതാണ്. അങ്ങോട്ടല്ല കയറി പോകുന്നത്, ഇതിലെ ബൈക്കോട്ടെങ്ങാണ്ടാണ് പോകുന്ന വഴി കാണിക്കും. ഇനി പോയി കഴിഞ്ഞാൽ നമ്മൾ ഇനി 3 ദിവസത്തേക്ക് റേഞ്ചൊന്നും കാണത്തില്ല. ഒരു മാരക സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. അതായത് ഇങ്ങോട്ട് വന്ന വഴി ഭയങ്കര ടാസ്ക്കായിരുന്നു. കട്ട ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കായിരുന്നു. അത് 12 മണിക്കൂർ നമ്മൾ ബസ്സിൽ ഇരുന്നിട്ടാണ് ഇവിടെ വരെ എത്തിയത്. നമ്മളെ ട്രക്കിംഗ് ഷൂ ഇതൊക്കെ റെൻറ്റ് ഇവിടെ കിട്ടും. ട്രക്കിംഗ് ഷൂ കിട്ടും, വലിയ വിലയൊന്നുമില്ല. പിന്നെ 3 ലെയർ സോക്സ് ഇട്ടിട്ടുണ്ട്, 2 പാൻ്റ് അകത്തിട്ടുണ്ട്. ഇത് ഇവിടുന്ന് ട്രക്കിംഗ് പാൻ്റ് എടുത്താണ്. പിന്നെ ഉടുപ്പ് ഇതിൻ്റെ അടിയിൽ തെർമലുണ്ട്. തെർമലിന് മുകളിൽ ഒരു ഫ്ലീസ്, അതിന് മുകളിൽ ഞാൻ ഈ ജാക്കറ്റ് ഞാൻ നേരത്തെ വാങ്ങിച്ച ഒരു ജാക്കറ്റ് എൻ്റെ ഉണ്ട്. ബാക്കിയൊക്കെ റെൻറ്റിലെടുത്താണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു മഫ്ലർ, ക്യാപ്പ്, ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഭയങ്കര ആദ്യമായിട്ടാണ് മഞ്ഞിൻ്റെ അത് 2 ദിവസം സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആക്കി പോകുന്ന വഴിക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഫുഡ് കഴിച്ചിട്ട് ചൂടുവെള്ളം ഇവിടെ തരും. രാവിലെ വീട്ടിൽ ചൂടുവെള്ളം തരും, ഫ്ലാസ്ക് ഉണ്ട്. എല്ലാം സെറ്റാക്കുക, കയറുക. ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെ വേണമെന്നുള്ളത് ഞാൻ പോകുന്ന വഴിയെ പറഞ്ഞുതരാം, എന്തൊക്കെ നമ്മൾ കൊണ്ടുപോകണം എന്നൊക്കെ. ഈ റൂമിലാണ് നമ്മൾ ഇന്നലെ കിടന്നത് കേട്ടോ. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. നല്ല ഭംഗിയാണ് ഇവിടുന്ന് വ്യൂ കാണാൻ കേട്ടോ. നമുക്ക് കുളിക്കാനും കാര്യങ്ങളൊക്കെ ഈ റൂമിൽ ഇനി സാഹചര്യമുള്ളൂ. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രക്കിങ് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വരണം. 3 ദിവസം കഴിഞ്ഞ് നമുക്ക് കുളിയും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. നമ്മൾ ട്രക്കിങ് ഏകദേശം ഒരു 9 മണിയൊക്കെ ആറായിട്ടുണ്ട്. നമ്മളിപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും റൂൾസ് എല്ലാം പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്.
അപ്പം നമ്മൾ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ ഫ്രണ്ടിൽ നിന്നാലേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ റൂട്ടിലാണ്. നമ്മളൊരു 10-50 പേരോളം ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ട്രക്കിങ്ങിൽ. പിന്നെ വേറെ പല ക്യാമ്പുകളായിട്ട് പല ടീംസ് വേറെ ഉണ്ട്. അപ്പം സാങ്കേതിൽ നമ്മുടെ ട്രക്കിങ്ങിൻ്റെ അടുത്ത് തന്നെ റൂം കിട്ടിയിരിക്കുന്നത് നമുക്കാണ്, നമ്മുടെ ടീമിനാണ്. അപ്പം നമുക്കൊരു 4 ഗൈഡും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 2 ലോക്കൽ ഗൈഡും പിന്നെ ഇവരുടെ പാക്കേജിൻ്റെ 2 ഗൈഡും, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഫസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സ്ഥലം കേട്ടോ. നമ്മളെല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇതുപോലെ മൗണ്ടൻ ഡോഗ്സ് ഉണ്ട് കുറേ, നമ്മളെ ഫോളോ ചെയ്തതുപോലെ കുറേ ഡോഗ്സൊക്കെ. അപ്പം പിന്നെ കുറേ കടകളും ഒക്കെ ഉണ്ട് മുകളിലോട്ട്. കുറച്ച് ദാബ എന്നൊക്കെ പറയും, അങ്ങനെ ദാബകളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് വേണം ഫുഡൊക്കെ വാങ്ങിക്കാം. പിന്നെ മ്യൂൾസ് ഉണ്ടോ മേളിലോട്ട്, ഈ ദാബയിലോട്ടൊക്കെ ഫുഡ് കൊണ്ടുപോകുന്നതും അവിടെ നിന്ന് തിരിച്ച് വേസ്റ്റും കാര്യങ്ങളും തിരിച്ച് കൊണ്ടുപോകുന്നതെല്ലാം ഈ മ്യൂൾസാണ്. ഇവിടെയൊക്കെയാണ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നത്. ഇതാണ് ദാബ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ചെറിയൊരു കട പോലെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇവിടെ നാരങ്ങ വെള്ളവും ഇതൊക്കെ ആദ്യത്തെ സ്റ്റാർട്ടിങ് ആണ്. ഇവിടെയൊക്കെ 10-50 രൂപയൊക്കെ ആയിരിക്കും. മുകളിലേക്ക് ചെല്ലുന്നതനുസരിച്ച് വെള്ളത്തിന് വരെ 100-150 രൂപ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അത്യാവശ്യം അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല രസമാണ്, ഭംഗിയാണ് കാണാൻ. പോകുന്ന വഴിക്ക് മഞ്ഞ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തുള്ളിയൊക്കെ കാണാം. ഉണ്ടോ അതെ, ഇവിടെയൊക്കെ കുറച്ചൊക്കെ ദൂരെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കാണാം. പക്ഷേ മുകളിലേക്കെല്ലാം അടിപൊളിയായിട്ട് നന്നായിട്ട് കാണണമെങ്കിൽ കുറച്ചുകൂടെ മുകളിലേക്ക് എത്തണം. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. സെക്കൻഡ് പ്ലേസ് റെസ്റ്റ് എടുക്കാനുള്ള സെക്കൻഡ് പ്ലേസ് ആടാ മോനെ. ഫുള്ള് മഞ്ഞ്. സെറ്റ് ഉയ്യോ. ഒരു രക്ഷയില്ല. അമ്മല്ലേ എങ്ങനെയുണ്ട്? മൊത്തം എങ്ങനെയുണ്ട്? അത് മേളിൽ വരുമ്പം അത് അഡ്രസ്സ് ഊരിയാൽ മതി. ഇവിടെ നല്ല ചൂടാ. വിജയ് എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ഒരു രക്ഷയില്ല. വ്യൂ കേട്ടോ, പോട്ടക്കം വ്യൂ ആണ്. നമ്മളിങ്ങനെ അടുത്ത ദാബയിൽ വന്ന് റെസ്റ്റ് എടുക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ ആൾക്കാരെല്ലാവരും വരുന്നേ ഉള്ളൂ. നമ്മൾ കുറച്ച് പേരെ മേളിലോട്ട് വന്നുള്ളതുകൊണ്ട് ഇവിടെയൊക്കെ വേസ്റ്റ് ഇടാൻ ഡസ്റ്റ്ബിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആൾക്കാർ ചവിട്ടി ചെളിയായേക്കോ മഞ്ഞൊക്കെ ഇവിടെ. കാരണം ഇവിടെയൊക്കെ മഞ്ഞ് പെയ്ത് പോയതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെളിയും കാര്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ ചവിട്ടി. അപ്പം മുകളിലേക്കാണ് ഏറ്റവും കൂടുതലും ആൾക്കാർ ഒത്തിരി കയറാത്ത സ്ഥലങ്ങളും അതായത് മഞ്ഞ് ഫ്രഷായിട്ട് കിടക്കുന്നതൊക്കെ ഏറ്റവും മുകളിലേക്കാണ് കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാരെല്ലാം ചവിട്ടി കുറേയൊക്കെ പോയതൊക്കെയാണ്. പിന്നെ മഞ്ഞ് പെയ്യുന്നതനുസരിച്ച് മഞ്ഞ് വീഴ്ച കൂടുതൽ കാണുകയുള്ളൂ. പിന്നെ മഞ്ഞ് പെയ്യാതിരിക്കുന്നതനുസരിച്ച് അലുത്തലുത്ത് പോയിക്കൊണ്ടിരിക്കും. പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിട്ട്, അതായത് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു വ്യൂ പോലെയൊക്കെയാണ് ഓരോ സീനറിയും കാര്യങ്ങളും ഒക്കെ. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്വർഗത്തിലെത്തിയ പോലൊരു സ്ഥലം കണ്ടോ. ഫുള്ള് മഞ്ഞാണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്, ഇതിനെ കുറച്ച് മുകളിൽ. ഇപ്പം നമുക്ക് രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം ഉച്ചയ്ക്ക് 1 മണിയായി. ഓരോ ദിവസവും നമ്മൾ രാവിലെ മുതൽ ഉച്ച വരെയാണ് നമ്മുടെ ട്രക്കിംഗ് ഉള്ളത്. അപ്പം ഞങ്ങൾ ഒരു 3-4 പേര് മാത്രമേ ഉള്ളൂ മുന്നിൽ, ബാക്കി എല്ലാവരും അങ്ങ് ബാക്കിലാണ്. നമ്മൾ എത്തുന്നേ ഉള്ളൂ. അപ്പം എല്ലാവരും പയ്യെ എത്തുന്നത്. നമ്മൾ മാക്സിമം സ്പീഡിൽ നമ്മൾ മുന്നിലെത്തി. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മുടെ നൊമാഡ്സിൻ്റെ ക്യാമ്പിലുള്ള പിള്ളേരെല്ലാവരും അത്യാവശ്യം ട്രക്ക് നാട്ടിലൊക്കെ ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ ട്രക്ക് ചെയ്യുന്നതിന് വലിയ വിഷയമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെയൊക്കെ നിറച്ച് ഭയങ്കര മഞ്ഞാണ്. ഇപ്പോൾ നമ്മുടെ ഷൂസിനകത്ത് കയറും. പക്ഷെ എന്നാലും നമ്മൾ മഞ്ഞ് കണ്ടതിൻ്റെ ആ ഒരു ഇതിലങ്ങ് ചാടി ഇറങ്ങുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ടെൻറ്റുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും വന്നാലേ ഫുഡ് തരുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ബാക്കിയുള്ളവർ വരാൻ വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ ടെൻറ്റും കാര്യങ്ങളും തരുള്ളൂ. ഇതാണ് നമ്മൾ കഴിക്കുന്ന റൈസ്, പപ്പടം, അച്ചാർ, അങ്ങനെ ചെറിയ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ, അതായത് നമ്മൾ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ട്രക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ തരുന്നതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വേണം ജീവിക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ താഴ്വരയിലാണ് നമ്മൾ ഈ ഒരു ദിവസം കിടന്നുറങ്ങുന്നത് കേട്ടോ. അപ്പം ഇവിടെ അത്യാവശ്യം മഞ്ഞൊക്കെ പോയി തുടങ്ങുന്നുണ്ട്. പക്ഷെ എന്നാലും അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. ഈ 2 ടെൻറ്റ് കണ്ടോ, ഇതാണ് നമ്മുടെ ബാത്റൂം ടെൻറ്റ്. ഇത് ലേഡീസിനാണ് ഈ 2 ബ്ലൂ, അപ്പുറത്തെ 2 നിങ്ങൾക്ക് കാണുന്നതാണ് ബോയ്സിൻ്റെ. അപ്പം ഇവിടെയാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ. അപ്പം ഇവിടെ സ്നോ ഒക്കെ ആയതുകൊണ്ടും നമ്മൾ കുഴി കാര്യങ്ങളൊക്കെയാണ്. അപ്പം ജസ്റ്റ് ഒരു കവർ ചെയ്തേക്കുന്ന ഒരു ടെൻറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് ഈ ഒരു ബാത്റൂം ടെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്ന ആ ഒരു സെറ്റപ്പ് തന്നെ. പിന്നെ നമുക്ക് വൈപ്പിംഗ്, ടിഷ്യൂ വൈപ്പിനുള്ള അതൊക്കെയാണ് ഉപയോഗിക്കുന്നതൊക്കെ. അപ്പം എല്ലാം അത്യാവശ്യം നമ്മൾ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാണെന്ന് പറയുന്നത് പോലെ
അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ട്രക്ക് ചെയ്യുമ്പം. പിന്നെ കഴിഞ്ഞ ദിവസം ബസ്സിൽ നമ്മൾ ഇന്നലെ വന്നതിൻ്റെ ബുദ്ധിമുട്ടാണ്. ഇവന്മാർക്ക് കുറച്ച് പേർക്കൊക്കെ വയറിനൊക്കെ ഇഷ്യൂ ആയിട്ട് അങ്ങനെ അത് ആ വഴിക്ക് അങ്ങനെ ഭയങ്കര ടാസ്കൊക്കെ ആയിട്ടിരിക്കുക കേട്ടോ. വന്നതിനകത്ത് ഒരു 10-20 പേർക്ക് നമുക്ക് ഇതുപോലെ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ താഴ്വര കണ്ടോ ഭയങ്കര ഭംഗിയാണ്. അപ്പം അവന്മാർക്കൊക്കെ ഇഷ്യൂസ് ആയതുകൊണ്ട് ഞങ്ങൾ ആ ഒരു എൻജോയ്മെൻറ്റ് കുറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക്. പക്ഷെ എന്തുണ്ടോ വെള്ളം ഫ്രീസായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ അരുവിയാണിത്. അപ്പം അത് ഫ്രീസായിട്ട് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വെള്ളം ഇങ്ങനെ ഫ്രീസായിട്ട് നമ്മളിങ്ങനെ കാണുന്നത് ഡയറക്റ്റ്. ഞാൻ മഞ്ഞ് നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ മഞ്ഞ് സ്റ്റേ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മളൊരു വ്യൂ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ മുകളിൽ. നമ്മൾ നാളെ ട്രക്ക് ചെയ്യുന്ന വഴി തന്നെയാണ്. അപ്പം ഒരു സൺസെറ്റ് കാണാൻ വേണ്ടി പോവാണ്. ഇത് മ്യൂൾസൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ മുകളിൽ നിന്ന്. അപ്പം നമ്മുടെ കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ നമ്മൾ മുകളിലേക്ക് നടന്നു വന്നത്. ബാക്കി എല്ലാവരും വയർ ഇഷ്യൂ ഒക്കെ ആയിട്ട് താഴെയാണ്. അപ്പം അതിൻ്റെ ഒരു ടെൻഷനും നമുക്കുണ്ട്. അപ്പം നമ്മുടെ പിള്ളേരെല്ലാം കയറ്റണമല്ലോ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഞങ്ങളൊരു 8-10 പേരോളം ചുമ്മാ ഇങ്ങനെ കയറി പോകുന്നുണ്ട് വ്യൂ കാണാൻ വേണ്ടി. അപ്പം ഇതുകൊണ്ട് മ്യൂൾസ് കുറേ ഇറങ്ങി പോകുന്നു. ഡോഗ്സ് നമ്മൾ താഴെ അങ്ങ് അടിയിൽ രാവിലെ കണ്ട ആ ഡോഗാണ് ഇത്. അത് മേളി വരെ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ലപോലെ സ്നോയാണ്. നമ്മൾ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയാണ് കേട്ടോ വന്നത്. അപ്പം അതായത് ഉച്ച കഴിഞ്ഞ് വൈകിട്ട് വരെ അവിടെ ഇരിക്കണ്ടേ. അപ്പം അങ്ങനെ ഒരു ആക്ടിവിറ്റിയും കൂടെ ആവുമല്ലോ എന്ന് വെച്ചിട്ട് കയറി വന്നതാണ്. അപ്പം നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം. നമ്മൾ നാളെ ട്രക്ക് ചെയ്യുന്നത് ഇതിലെ തന്നെയാണ്. അപ്പോൾ കുറച്ച് നേരം നിന്ന് സ്പെൻഡ് ചെയ്ത് സ്ഥലമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് നേരെ ബേസ് ക്യാമ്പിലോട്ടേ പോയി. ഞങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോൾ 6:05 ആയതേ ഉള്ളൂ കേട്ടോ. 2 പേർക്ക് വയറ് ലൂസ് മോഷനൊക്കെ ആയിട്ട് സീനായി. എന്താ ഇവിടുത്തെ ഫുഡൊക്കെ കണക്കാണ്. അതായത് നമുക്ക് കിട്ടുന്ന ഫുഡ് ഇപ്പോൾ ഉച്ചയ്ക്ക് കിട്ടിയത് ഇത്തിരി വേകാത്ത റൈസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം താഴേന്ന് ദാലും ഒക്കെ കിട്ടിയത്. അപ്പം അതിൻ്റേതായ എന്തോ വയറ്റി പിടിക്കാഞ്ഞിട്ട് രണ്ടാമന്മാർക്ക് വൺ സീനായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഞങ്ങൾക്കൊരു മടുപ്പായി പോയി. പക്ഷെ അവന്മാരിവിടെ ഒരു ഇച്ചിരി ചൂട് കൊള്ളാൻ വേണ്ടി ഇരുത്തിയിട്ടുണ്ട്. പക്ഷേ ചൂട് കൊള്ളുന്നതിനെല്ലാം ഒടുക്കത്തെ റേറ്റാണ്. ഭയങ്കര റേറ്റാണ്. അതായത് ചൂട് കൊള്ളുന്നതിന് ഒന്ന് ക്യാമ്പ് ഫയർ ഒരാൾക്ക് 50 രൂപയോ. മേലോട്ട് കയറുന്നതനുസരിച്ച് റേറ്റ് കൂടും. നമ്മൾ പിന്നെ പൈസയൊന്നും കൊടുക്കാതെ ചായ കുടിച്ച് സൈഡ് പറ്റിയിരിക്കുകയാണ്. അപ്പം കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ പോയി കിടക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റു. ഇന്ന് 9 മണിയാകുമ്പോഴാണ് നമ്മുടെ രണ്ടാമത്തെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് മോർണിംഗ് വ്യൂ. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. വെട്ടമൊക്കെ വീണ് വരുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ 1-2 പേര് മാത്രമേ എണീറ്റുള്ളൂ കേട്ടോ. ഇതിപ്പോൾ അടുത്തൊരു കടയിലെ ഒരു പുള്ളി പാട്ട് പാടുന്നതാണ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. കോൺഫ്ലെക്സും മിൽക്കൊക്കെ ആയിട്ട്. നമ്മുടെ സ്കൈ കണ്ടോ എന്നാ ഒരു രസം നോക്കി. ഭയങ്കര ഒരു കിടുക്കം വ്യൂ. നേരം വിളക്കുന്നതനുസരിച്ച് നല്ല ഒരു രക്ഷയില്ലാത്ത വ്യൂ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ട്രക്കിങ്ങിന് നമ്മൾ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനൊരു ഗ്രിപ്പ് കിട്ടുന്ന സാധനം തന്നിട്ടുണ്ട് കേട്ടോ. ഇതിട്ട് ഇങ്ങനെ നമുക്ക് മെൽറ്റായിട്ട് കിടക്കുക. അപ്പോൾ അത് ചവിട്ടി കയറണമെങ്കിൽ ഗ്രിപ്പ് വേണം. ഇതിനെയാണ് ഈ സാധനം തന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നും നമുക്ക് ഉച്ചവരെയാണ് ട്രക്കിങ്. ഇന്ന് കുറച്ചുകൂടെ സ്റ്റീപ്പാണ് കേട്ടോ. നമ്മൾ ഇന്നലെ കയറിയേക്കാളും കുറച്ചുകൂടെ സ്റ്റീപ്പാണ് ഇന്ന്. അത്യാവശ്യം നന്നായിട്ട് മടുക്കും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ കയറിപ്പോവും. പിന്നെ ഒരു മഞ്ഞിൻ്റെ ഒരു തണുപ്പും കാര്യങ്ങളൂടെ ഉള്ളതുകൊണ്ടാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ട്. നമ്മൾ ആദ്യത്തെ ധാബയിൽ വന്ന് റെസ്റ്റ് എടുക്കുകയാണ്. എല്ലാവരും വരുന്നേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ തന്നെ ടോപ്പിൽ കണ്ടോ. ഇവിടുത്തെ ഒരു വ്യൂ കണ്ടോ. അങ്ങ് ടോപ്പിൽ മലകളൊക്കെ മഞ്ഞ് നിറഞ്ഞ നല്ല ഭയങ്കര കിടുക്കൻ്റെ വ്യൂ ആയിട്ട് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങ് അടിയിൽ നിന്ന് വരുന്നേ ഉള്ളൂ. ഇതൊക്കെ പല ക്യാമ്പുകളാണ് കേട്ടോ. അതുകൊണ്ട് താഴെ വേറെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് ടെൻറ്റുകളുണ്ട് ഇവിടെ. നല്ല മാരക വ്യൂ ആണ്. അതനുസരിച്ച് നല്ല കിതപ്പുമുണ്ട്. അപ്പം സംസാരിച്ച് വ്ളോഗ് എടുക്കണമെന്നുണ്ട്. അത് പറ്റാഞ്ഞിട്ടാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല കിതപ്പാണ്. കാരണം തണുപ്പൂടെ ഉള്ളതുകൊണ്ട് അതനുസരിച്ച് നല്ലപോലെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ അടുത്തൊരു ധാബയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഒരു കുറേ മരങ്ങൾക്കുള്ളിലൂടെ ഒരു വഴിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഈ അടുത്ത ധാബയിലോട്ട് എത്തിയത്. അത്യാവശ്യം നല്ല കയറ്റമാണ് കേട്ടോ. കുത്ത് കയറ്റമാണ്. ഇവിടെ നിന്നാണ് ഇനി അതിലും അടിപൊളി ഒരു കയറ്റത്തേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ആ ധാബയിൽ കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഗൈഡിനോട് പറഞ്ഞു കുറച്ച് നേരം ഞങ്ങൾ മുന്നോട്ട് ആദ്യം നടക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ കുറച്ചപ്പുറം പോയി നിൽക്കും കേട്ടോ. കാരണം നമുക്ക് വഴി അറിയത്തില്ലല്ലോ. പിന്നെ പല ക്യാമ്പുകളോട്ട് വഴിയുള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് നമുക്ക് പോകാനും പറ്റത്തില്ല, വഴി തെറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു മേളിൽ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഗൈഡ് അതിൻ്റെ ഒപ്പം തന്നെ പറന്ന് വരുന്നുണ്ട്.
ഇപ്പോൾ നമ്മൾ നടന്നെത്തുന്ന സ്ഥലമാണ് ജുഡാക്ക തലബ്. അപ്പം താഴെയൊക്കെ ഓരോ ക്യാമ്പിന് അവിടെ ജുഡാക്ക തലെന്നും ജുഡാക്ക തലബ് എന്ന് ഒക്കെ പേര് കൊടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല ശരിക്കും ജുഡാക്ക തലബ് എന്ന് പറയുന്നത് ഈ ഒരു പോണ്ടുള്ള സ്ഥലമാണ്. അപ്പം ഇവിടെ ഒരു പോണ്ട് ഫ്രീസ് ആയിട്ടുണ്ട്, ഒരു ലേക്കാണ് കേട്ടോ. അപ്പം ഇതാണ് അത്യാവശ്യം വൈറലായിട്ടുള്ള ഒരു സ്ഥലം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലിൽ കാണുന്ന ഒരു സ്ഥലം ജുഡാക്ക തലബ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടോ. ഈ ഒരു ലേക്ക് ഉണ്ട്, അത് ഫുള്ള് ഫ്രീസ് ആയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കാശ്മീരിലൊക്കെ ലേയിലൊക്കെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കുറേ ആൾക്കാരൊക്കെ പോയിട്ട് ഇതുപോലെ ലേക്കിലൊക്കെ കയറി ഇറങ്ങിയിട്ട് പോയി വീണ് മരിച്ചതൊക്കെ. അപ്പം നമ്മൾ അത്യാവശ്യം മാറി നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക, കൂടുതലും റിസ്ക് എടുത്ത് മുകളിലേക്കൊക്കെ ഇറങ്ങി ചാടി ഇറങ്ങാതിരിക്കുക. അപ്പം ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ പോവുക. അതായത് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ഫ്രീസാണ്. അപ്പം മുന്നോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാസ്ക് ആവും. ഞങ്ങളെന്തായാലും ഇറങ്ങിയിട്ടില്ല, ഞങ്ങൾ മാറി നിന്ന കേട്ടോ. അപ്പം നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം എന്നിട്ട് പോകുന്നുള്ളൂ. അപ്പം ഇതാണ് ആ ഒരു സ്ഥലം. അത്യാവശ്യം എനിക്ക് ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലം കൂടെ ആയിരുന്നു കേട്ടോ. ഇവിടെ നടുക്കൊരു ചെറിയ പുല്ല് കണ്ടോ, അതായത് ഈ ലേക്കിന് നടുക്ക് ഈ പുല്ലിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അത് നമുക്കിപ്പം മഞ്ഞ് വീണ് കിടക്കുന്നതുകൊണ്ടൊന്നും അറിയാൻ പറ്റത്തില്ല. ഇവിടെ കുറച്ച് ഭാഗം ഫ്രീസ് ആകാനുണ്ട് കേട്ടോ ലേക്കിൻ്റെ. പക്ഷേ ഇവിടുത്തെ വ്യൂ കണ്ടോ, എന്തൊരു ഭംഗിയാണെന്നറിയോ. അതായത് ഇതിപ്പോൾ കണ്ണിൽ കൂടെ കാണുമ്പോൾ ഭയങ്കര ഭംഗി. ആ ഭംഗി വീഡിയോയിൽ എത്രത്തോളം ഒപ്പിയെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം അത്രയ്ക്ക് ഭംഗിയാണ് നേരിട്ട് കാണുമ്പോൾ. അപ്പോൾ നമ്മുടെ ട്രക്കിങ് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു ഫോറസ്റ്റാണ്, അപ്പോൾ ഇതിലൂടെയാണ് നമ്മളിപ്പം നടന്നു പോകുന്നത്. അപ്പം ഇതിന് മുകളിലേക്കാണ് നമ്മുടെ ക്യാമ്പ്. അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്യാവശ്യം നല്ല ഒരു സ്റ്റീപ്പാട്ടോ ഇനി അങ്ങോട്ട് പോകുന്നതൊക്കെ. അപ്പം നമ്മൾ ഈ ഒരു രണ്ടാമത് ചെല്ലുന്ന കുറച്ചുകൂടെ നല്ല രീതിയിൽ മഞ്ഞുള്ള ഒരു സ്ഥലത്താണ്. അപ്പം അതനുസരിച്ച് തണുപ്പും കൂടുതലാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് എവിടെയൊക്കെ മരത്തിലൊക്കെ വെള്ളം ഇങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഫ്രീസായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. സ്നോ അല്ലാതെ ക്രിസ്റ്റൽ പോലെയൊക്കെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ എടുത്തില്ല. അതുകൊണ്ട് ഈ ഒരു കയറ്റം കയറിയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് പോകുന്നത്. ഇതാണ് അടുത്ത ധാബ. അപ്പം നമ്മൾ കുറേ നേരം വന്ന് ധാബയിൽ റെസ്റ്റ് എടുക്കും, പിന്നെ ഒറ്റ സ്ട്രെച്ച് നടക്കുക, കുറേ ദൂരം നടന്നിട്ട് വീണ്ടും റെസ്റ്റ് എടുക്കുക, അങ്ങനെയായിരുന്നു ചെയ്തു പോകുന്നത്. അപ്പം നമ്മൾ ഓവറായിട്ട് റെസ്റ്റ് എടുക്കാതെ ഞങ്ങൾ കുറച്ച് സ്പീഡിൽ തന്നെ ആ ധാബയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഗൈഡ് നമ്മളെക്കാൾ സ്പീഡിൽ മുന്നിൽ പറന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗൈഡിൻ്റെ ഒപ്പം എത്താൻ കുറേ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല, പുള്ളിയെല്ലാം പറന്നാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ഇന്നത്തെ നമ്മുടെ ക്യാമ്പ്. അപ്പം അത്യാവശ്യമല്ല, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. അങ്ങ് മുകളിൽ കാണുന്ന ആ ഒരു മലയാണ് നമ്മൾ നാളെ ട്രക്ക് ചെയ്യേണ്ട മല. അത് നാളെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈത്തും നമ്മൾ തന്നെയാണ് ഏറ്റവും മുന്നിൽ വന്നേക്കുന്നത്, ബാക്കി എല്ലാവരും അങ്ങ് അടിയിൽ നിന്ന് വരുന്നേ ഉള്ളൂ. ഈ ഒരു താഴ്വരയിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്രയും ഭംഗിയുള്ള സ്ഥലം. പക്ഷേ ടെൻറ്റ് കാര്യങ്ങളൊക്കെ മഞ്ഞിൻ്റെ മുകളിലാണ്, അതായത് നല്ല രീതിയിൽ സ്നോ ഉണ്ട് ഇവിടെ. മോനെ ഒരു രക്ഷയില്ലാത്ത വ്യൂ. എൻ്റെ താട്ടോ നോക്കി, സീൻ വ്യൂ. ലൈഫിലിത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല, മഞ്ഞിൻ്റെ ആറാട്ട്. അവർ നാട്ടുകാരാട്ടോ, പൂക്കുറ്റിയാറാണ്, ഇവിടെ സാങ്കരിയിലുള്ള ആളാ. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് നാളെ ട്രക്ക് ചെയ്യും. ഇന്ന് 2 മണിക്ക് ട്രക്ക് ചെയ്തിട്ട് നാളെ രാവിലെ 6 നമ്മൾ ടോപ്പിലെത്തും. അത് കഴിഞ്ഞിട്ട് ഫുള്ള് നമ്മൾ തിരിച്ചിറങ്ങും. അങ്ങനെയാണ് നമ്മുടെ പ്ലാന്. അങ്ങനെ നമ്മൾ നേരത്തെ ഫുഡൊക്കെ കഴിച്ച് കിടന്നു. രാത്രി 2 മണിയായപ്പോൾ നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എണീറ്റിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ഹെഡ് ലൈറ്റൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ പല ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് എല്ലാം ട്രക്ക് ചെയ്ത് വരുന്നുണ്ട്. അപ്പം ഇത് കുറച്ചുകൂടെ ടാസ്ക്കാണ്. അപ്പോൾ 2:30 ആകുമ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് ഇറങ്ങിയാൽ ഇനിയിപ്പോൾ 6 മണിയാകുമ്പോൾ എത്തണം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പോകണം. രാത്രി ആയതുകൊണ്ട് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കാണത്തില്ല. അതുകൊണ്ട് നമ്മളെ തൊട്ട് ഫ്രണ്ടിൽ ഗൈഡിന് തൊട്ട് പുറകെ വെച്ച് പിടിച്ച് പോവാണ്. അപ്പം മുകളിലേക്ക് 2 ധാബേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൂടെയുള്ള ആൾക്കാരെ ഒന്നും കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ വിട്ടടിച്ച് പോകണം, കാരണം പല ആൾക്കാരുണ്ട്. അപ്പം വേറെ ഹിന്ദിക്കാരും വേറെ ബാച്ചൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പറന്നെത്തിയിട്ടുണ്ട്. 6 മണിയായപ്പോഴത്തേക്ക് നമ്മൾ ടോപ്പിലെത്തി. ഞങ്ങളൊരു 3-4 പേരെ ആദ്യം എത്തിയിട്ടുള്ളൂ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയത്. അത് എത്രത്തോളം പറഞ്ഞ് അറിയിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പം അതായത് 6 മണിയായപ്പോൾ നമ്മൾ ടോപ്പിലെത്തിയപ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ്. സൂര്യൻ ഉദിച്ച് വരുന്ന
വട്ടത്തിൽ മഞ്ഞുമലകൾ, ഒരു രക്ഷയില്ല. കാരണം നല്ല തണുത്ത കാറ്റും ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്കൊരു അരമണിക്കൂർ കൂടുതൽ നിൽക്കാൻ പറ്റത്തില്ല. ബ്ലഡൊക്കെ ക്ലോട്ട് ആകുന്ന പോലെ അത്രയും തണുപ്പാണ്. അത് നല്ല തണുത്ത കാറ്റാണ്. ശരിക്കും ചത്തുപോകും. അത് ഇവിടെ നിന്ന് വ്ളോഗ് ചെയ്യാൻ പോലും പാടില്ലെന്നല്ല പറ്റത്തില്ല, അത്രയും തണുപ്പുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ലൈഫിൽ കണ്ടിരിക്കേണ്ട ഒരു വ്യൂ ആണ്. എങ്ങനെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതുപോലെ ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു രക്ഷയില്ല. എന്ത് തോന്നുന്നു? ശ്വാസം ചത്ത്. ഈ ഒരു വ്യൂ എങ്ങനെ വിവരിക്കണമെന്ന് എനിക്കറിയില്ല. അത്രയും ഭംഗിയുള്ളൊരു വ്യൂ കേട്ടോ. നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു വ്യൂ ആണ്. അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ മുകളിലെത്തിയിട്ട് ഈ കാണുന്നൊരു വ്യൂ, അത് എങ്ങനെ പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റത്തില്ല. അത്രയും മനോഹരമാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ടോപ്പിലോട്ട് കുറച്ചുകൂടെ കയറി ഇപ്പറേം ഒരു അമ്പലം പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ കല്ലൊക്കെ അടുക്കി വെച്ചിട്ട്. പിന്നെ നമ്മൾ കുറേ നേരം നിൽക്കാൻ പറ്റത്തില്ല, അത്രയും തണുപ്പാണ് നമുക്ക്. അതനുസരിച്ച് നല്ലൊരു കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ഫോട്ടോ ഒന്നും എടുത്തില്ല, അത്യാവശ്യം എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങുവാണ്. കാരണം കൈയൊക്കെ മരച്ചിരിക്കുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുവാണ്. അപ്പം വെയിലാകുന്നതനുസരിച്ച് മാരക വ്യൂ ആണ് കേട്ടോ. അതുപോലെ മഞ്ഞും ചുറ്റും മലകളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ്, നല്ല കുത്തനെയുള്ള മലയാണ്. അതായത് ഞാൻ രാത്രി കയറിയ മലകളൊന്നും എടുത്തിട്ടില്ല. കാരണം അത് ഒരുപാട് നടക്കാനുണ്ട്. രാത്രി കുറേ നടക്കാനുണ്ടായിരുന്നു. ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. എടുക്കാൻ പറ്റാൻ അത്രയും ടാസ്ക് ആയിരുന്നു കേട്ടോ. അത്രയും നടക്കാനുണ്ടായിരുന്നു. അടപ്പ് തെറിച്ചു. അതുകൊണ്ടാണ് ഒരുപാട് വീഡിയോ മിസ്സായത്. സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. വെള്ളമാണെങ്കിൽ കുറേ നേരം നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര കാറ്റും കൈയെല്ലാം മരയ്ക്കും. ഞങ്ങൾ രാവിലെ വന്ന് വ്യൂ കണ്ടു. ഒരു 10-15 മിനിറ്റ് അല്ല അരമണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ ഇറങ്ങുവാണ്, ബാക്കി എല്ലാവരും കയറുന്നുള്ളൂ. ഒരു രക്ഷയില്ല കേട്ടോ. വ്യൂ മാരക വ്യൂ ആണ്. വെയിലൊക്കെ അടിച്ചിട്ട് അയ്യോ ഐസ് സഹിക്കാൻ വരെ തണുപ്പാണ്. ഈ വഴിയാണ് നമ്മൾ രാത്രി കയറിപ്പോയത്. ഇനി നമ്മൾ ഫുള്ള് ഇറങ്ങി കമ്മിലോട്ട് പോവാണ്. ഈ വഴി ഫുള്ള് കാണിക്കുന്നത് രാത്രി ആയതുകൊണ്ടാണ്. ഈ വഴി രാത്രിയിലാണ് നമ്മൾ ഈ വഴി കയറി വന്നത്. രാത്രി രണ്ട് വഴി കയറ്റം കയറുമ്പോൾ കാണിക്കാനും പാടാ. അതാണ് രാത്രി വഴി നിന്ന് കാണിക്കാൻ. ഇതുണ്ടോ അടിപൊളി സ്ഥലമാണ്. നമ്മൾ തിരിച്ചിറങ്ങണ ഗൈസ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, ടാറ്റ.